അടിച്ചു പിരിഞ്ഞ് നാറ്റോ രാജ്യങ്ങൾ. നാറ്റോ രാജ്യങ്ങളുടെ സഖ്യം ഇനി ഒരു ചരിത്രമായി മാറും. പല നാറ്റോ രാജ്യങ്ങളും തമ്മിൽ കുറ്റപ്പെടുത്തുകയാണ്. ഇസ്രായേലിൻ്റെ ഗസയിലെ അധിനിവേശം തങ്ങൾ അംഗീകരിച്ചതിൽ, തങ്ങൾ പിന്തുണച്ചതിൽ നാറ്റോ സഖ്യത്തിന് ഒരുപാട് പരിഭവമുണ്ട്. അമേരിക്കയും ബ്രിട്ടനും പരസ്യമായാണ് ഇസ്രായേലിനെ പിന്തുണച്ചത്. പക്ഷേ മറ്റ് നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ വംശഹത്യയെ അംഗീകരിക്കുന്നില്ല. ഫ്രാൻസും കാനഡയും അടക്കമുള്ള നാറ്റോ സഖ്യം, ഹോളണ്ട് അടക്കമുള്ള നാറ്റോ സഖ്യം ഈ വംശഹത്യയെ അംഗീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകരെ തന്നെ, ജീവകാരുണ്യ പ്രവർത്തകരെ തന്നെ കൊന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യം. എല്ലാം കൊണ്ടും നാറ്റോ സഖ്യം ആകെ നാറിയിരിക്കുകയാണ്. നാറ്റോ സഖ്യം ഇസ്രായേലിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ. പക്ഷേ പിന്നീട് അവർ ആ പിന്തുണ പിൻവലിച്ചു. ഹമാസിനെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. പിഞ്ചു കുഞ്ഞുങ്ങളും ആരാധനാലയങ്ങളും തകരുന്നതിൻ്റെ ദൃശ്യം അവർ കണ്ടു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇപ്പോൾ അമേരിക്കയെയും ബ്രിട്ടനെയും കുറ്റപ്പെടുത്തുകയാണ്. അമേരിക്കയും ബ്രിട്ടനും മാത്രമാണ് ഇസ്രായേലിന് സഹായം നൽകിയ പ്രധാന രാജ്യങ്ങൾ. നാറ്റോ സഖ്യത്തിലെ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളൊക്കെ മാറി നിന്ന് കാണുകയായിരുന്നു. അതിലുപരി ഉക്രൈൻ അധിനിവേശം റഷ്യ പൂർത്തിയാക്കിയതും നാറ്റോ സഖ്യത്തിന് തിരിച്ചടിയായി മാറി. 45ഓളം രാജ്യങ്ങളാണ് നാറ്റോ സഖ്യത്തിനുള്ളത്. നാറ്റോ സഖ്യം കയ്യും മെയ്യും മറന്ന് ഉക്രൈനെ സഹായിച്ചു. അവർക്ക് അത്യന്താധുനികമായ ആയുധങ്ങൾ നൽകി. പക്ഷേ റഷ്യ ഉക്രൈനെ കീഴടക്കി. ഇതോടുകൂടി നാറ്റോ സഖ്യത്തിന് വൻപിച്ച ആയുധ ശേഖരമാണ് നഷ്ടപ്പെട്ടത്. ഉക്രൈൻ ഇതുവരെ പിടിച്ചു നിന്നത് നാറ്റോ സഖ്യത്തിൻ്റെ ആയുധ കരുത്തിന് മുന്നിലായിരുന്നു. പക്ഷേ അതിനപ്പുറം 45 രാജ്യങ്ങൾ ഒന്നിച്ചു വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കരുത്തുണ്ട് തങ്ങൾക്കെന്ന് റഷ്യ തെളിയിച്ചപ്പോൾ നാറ്റോയുടെ പടം മടങ്ങി. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ തങ്ങളിൽ കുറ്റപ്പെടുത്തുകയാണ്. അവർ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയാണ്. അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങളാണ് നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനം. അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്കപ്പുറം അവർ സഞ്ചരിക്കാറില്ല, പോകാറില്ല. പക്ഷേ ഇപ്പോൾ അവർ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നു. ഇസ്രായേലിന് സഹായം നൽകിയതിൽ അമേരിക്കയെ അവർ കുറ്റപ്പെടുത്തുന്നു. ഉക്രൈന് ആയുധ സഹായവും സാമ്പത്തിക സഹായവും നൽകേണ്ട അവസ്ഥയിൽ എത്തിച്ചതിന് അവർ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നു. അമേരിക്ക കണ്ണുമടച്ചാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം അമേരിക്കയ്ക്കുള്ളിൽ വലിയ കലാപം നടക്കുകയാണ്. അമേരിക്കയുടെ ജീവകാരുണ്യ പ്രവർത്തകരെ കൊന്നൊടുക്കി ഇസ്രായേൽ. ഇസ്രായേലിന് കണ്ണുമില്ല, ചെവിയും കേൾക്കില്ല, ആ രീതിയിലായി. ഇസ്രായേലിനെന്ന് പറയാൻ പറ്റില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന് കണ്ണുമില്ല, കാതുമില്ല, ആ രീതിയിലായി. പേപ്പട്ടിയെ പോലെ അയാൾ പ്രവർത്തിക്കുന്നു. അമേരിക്ക കിട്ടിയവന്മാരെ എല്ലാം കൊല്ലുന്നു ഗസയിലിട്ട്. ഇതാണിപ്പോൾ നടക്കുന്നത്. ഇനി റഫേൽ ഉണ്ടാക്കാൻ പോവുകയാണ്. റഫേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്തായാലും കുറേ കാലമായി ലോകത്തെ വിറപ്പിച്ചിരുന്നു നാറ്റോ സഖ്യം. നാറ്റോ സഖ്യം അടിച്ചു പിരിയുന്നു എന്ന വാർത്ത ലോകത്തിന് വലിയ കൗതുകങ്ങൾ ഉളവാക്കുന്ന വാർത്തയാണ്. തങ്ങളിൽ കുറ്റം പറഞ്ഞും തങ്ങളിൽ പഴിചാരിയും നാറ്റോ രാജ്യങ്ങൾ വേർപിരിയുന്നു. അമേരിക്ക രൂപം കൊടുത്ത നാറ്റോ പ്രസ്ഥാനം ഇനി വെറും ചരിത്രം മാത്രം.